ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ അവൻ്റെ വീട് എന്ന ആഗ്രഹത്തിന് വേണ്ടി അവൻ്റെ കയ്യിൽ 20 ലക്ഷം രൂപ കിട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മാസം 3-4 മാസത്തിനുള്ളിൽ അവൻ ആ വീട് പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ 780ഓളം കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ഒരു വർഷമാവാൻ പോകുന്നു. ഒരു വീടെങ്കിലും പണിത് തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ്, അതായത് പുഞ്ചിരിമട്ടം, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളാണ് ആ ഉരുൾ ദുരന്തത്തിൽ പൂർണ്ണമായും ഇല്ലാതായത്. അതായത് ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായും പ്രളയം ആ നാടിനെ വിഴുങ്ങിയത്. ഇപ്പോൾ ഒരു വർഷമാവുന്നു അങ്ങനെ ഒരു ഉരുൾ ദുരന്തം നടന്നിട്ട്. സർക്കാർ പറഞ്ഞ പുനരധിവാസ പ്രവർത്തനം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് മലയാളികളുടെ ഒന്നടങ്കം ഉള്ള ആഗ്രഹം കൂടിയാണ്. ഒരുപാട് ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണിത്. ഭൂമിയും മറ്റെല്ലാം നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സർക്കാരിൻ്റെ നിർദ്ദിഷ്ട ഭൂമിയാണ് ഇവിടെ കാണുന്നത്. എവിടെയായിരിക്കും ചൂരൽമലയിലെ, മുണ്ടക്കൈയിലെ ആളുകളെയൊക്കെ സർക്കാർ മാറ്റിപ്പാർപ്പിക്കുക? ചോദ്യത്തിനൊരു ഉത്തരം കൂടിയാണ് ഈ സ്ഥലം. കൽപ്പറ്റ ടൗണിനടുത്ത് മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് സർക്കാർ ഇവരെ പുനരധിവസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ഈ വർക്കുകൾ സ്പീഡാക്കാൻ സർക്കാരിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഏറെക്കുറെ ഒരു വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട്. എന്നാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കേവലം ഒരു വീട് മാത്രം, ഇനിയും ഒരു മാസം കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു വീടിൻ്റെ പണി പൂർത്തിയാവൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്രത്തോളം ദുരിതം അനുഭവിച്ച ഒരു ജനതയ്ക്ക് ഒരു വർഷം കൊണ്ട് ഒരു വീടെങ്കിലും പണിതു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജനകീയ സർക്കാർ എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്നുള്ളതാണ്.